ആത്മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജനുവരി 20-ാം തീയതി ആഗോള കത്തോലിക്കാ സഭ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. ഫ്രാൻസിലെ നെബോണയിൽ AD 257 ജനിക്കുകയും AD 288 മരണപ്പെടുകയും ചെയ്ത ധീരനായ ഒരു രക്തസാക്ഷിയുടെ തിരുനാളാണ് സഭ ആഘോഷിക്കുന്നത്. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ജൂപ്പിറ്റർ ദേവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നും ആ ദേവനെ ഒഴികെ വേറെ ആരെങ്കിലും ആരാധിച്ചാൽ അവർ വധശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന രാജകൽപ്പന നിലനിൽക്കുന്നു. സെബസ്ത്യാനോസ് ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ പട്ടാള വ്യൂഹത്തിന്റെ തലവനായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷെ ആർക്കും അറിയില്ല സെബസ്ത്യാനോസ് ഒരു ക്രിസ്ത്യാനിയാണ് എന്ന്. അദ്ദേഹം അത് ആരോടും പറഞ്ഞില്ല. കാരണം ക്രിസ്തു വിശ്വാസത്തെ പ്രതി ഒത്തിരിയേറെ ക്രിസ്ത്യാനികളെ ജയിലിൽ കൊണ്ടുവന്നിടുകയും കൊടിയ മതപീഡനം നടത്തുകയും പീഡിപ്പിക്കുകയുമൊക്കെ ചെയ്തിരുന്ന ആ സമയത്ത് ആ സഹോദരങ്ങളെയെല്ലാം ആശ്വസിപ്പിക്കുകയും സാന്ത്വനിപ്പിക്കുകയും ചെയ്യുവാൻ വേണ്ടി സെബസ്ത്യാനോസ് തൻ്റെ ജോലി ഉപയോഗപ്പെടുത്തി. എന്നാൽ ആ സമയത്താണ് ഇരട്ട സഹോദരന്മാരായ ഡീക്കന്മാരായിരുന്ന മാർക്കൂസ്, മാർസലിൻ എന്ന് പറയുന്ന 2 സഹോദരങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെടുന്നത് അവിടെ വിശ്വാസത്തെ പ്രതി. രാജാവ് 1 മാസത്തെ സമയം കൊടുത്തു. 1 മാസം കൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ജീവിക്കണമോ മരിക്കണമോ. ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് ജീവനുണ്ടാകും. എന്നാൽ മറിച്ച നിങ്ങളുടെ ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കുവാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വധശിക്ഷയായിരിക്കും കാത്തിരിക്കുക. ഈ ഡീക്കന്മാരായ ഇരട്ട സഹോദരന്മാരുടെ സുഹൃത്തുക്കൾ, മാതാപിതാക്കന്മാർ ജയിലിൽ വന്നുകൊണ്ട് ഇവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം ത്യജിക്ക്. എന്തിനാണ് മരണത്തിന് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്നത്? യേശുവിനെ തള്ളിപ്പറയേ. ക്രിസ്തു വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രാജാവിന്റെ ദേവനായ ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കാമെന്ന് നിങ്ങൾ പറയേ. 1 മാസത്തെ സമയം കൊടുത്തിട്ടുണ്ട്. ഈ ഇരട്ട സഹോദരന്മാർക്ക് അവിടെ വിശ്വാസ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. തങ്ങളുടെ വിശ്വാസം ത്യജിക്കണമോ എന്ന് പോലും അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ സെബസ്ത്യാനോസ് ഈ ഇരട്ട സഹോദരന്മാരെ സമീപിക്കുകയാണ്. അവരോട് ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ട് സാന്ത്വനിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യം അവരോട് പറയുന്നു. വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന. നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്നവരെ മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട. ആത്മാവിനെ കൊല്ലുവാൻ കഴിയുന്നവരെ മാത്രം നിങ്ങൾ ഭയപ്പെട്ടാ മതി എന്ന സെബസ്ത്യാനോസ് ഈ ദൈവത്തിന്റെ വചനം പറയുമ്പോ ഈ ഡീക്കന്മാർ കൂടുതൽ വിശ്വാസത്തിൽ അവർ ശക്തിപ്പെടുകയാണ്. തുടർന്ന് വിശുദ്ധ സെബസ്ത്യാനോസ് അവരോട് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാം വാക്യം, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയുമെന്ന്. നിങ്ങൾക്ക് വിശ്വാസം ഏറ്റുപറയാൻ ലഭിച്ചിരിക്കുന്ന ഈ അവസരം ഒരിക്കലും ത്യജിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ ശക്തിപ്പെടുത്തി. രാജാവ് കൽപ്പിച്ച സമയം കഴിഞ്ഞു. ആ ഇരട്ട സഹോദരന്മാർ, ഡീക്കന്മാർ രക്തസാക്ഷികളായി തീർന്നു. ആ സമയത്ത് ആ ജയിലറയിൽ ഈ ഡീക്കന്മാരുടെ പിതാവുണ്ടായിരുന്നു. അതുപോലെ ഈ തടവറയുടെ മേധാവിയായിരുന്ന നിക്കോസ്റ്റാനിന്റെ
ഭാര്യ ഊമയായിരുന്നു. അവൾക്ക് സംസാരിക്കുവാനുള്ള ശക്തിയില്ല. ഈ ഒരു കാര്യം അറിയുമ്പോ സെബസ്ത്യാനോസ് അവളുടെ നാവിൽ കുരിശ് വരയ്ക്കുന്നു. നാവിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമ്പോ ഈ നിക്കോസ്റ്റാനിന്റെ ഭാര്യയ്ക്ക് സംസാരശക്തി തിരിച്ചു കിട്ടുകയാണ്. ഈ വലിയൊരു അത്ഭുതം കാണുമ്പോ ആ തടവറയിൽ കിടക്കുന്ന 16 തടവറയിൽ കിടക്കുന്ന കുറ്റവാളികളായിട്ട് വിധിക്കപ്പെട്ടിരിക്കുന്നവർ അവർ വിശ്വാസം സ്വീകരിക്കാനും മാനസാന്തരപ്പെടുവാൻ തുടങ്ങി. ഡീക്കന്മാരുടെ പിതാവും മാനസാന്തരപ്പെട്ടു. ഇത് രാജാവ് അറിഞ്ഞു. സെബസ്ത്യാനോസ് ഒരു ക്രിസ്ത്യാനിയാണെന്നറിഞ്ഞ് രാജാവ് ഡയോക്ലീഷ്യൻ ചക്രവർത്തി തന്റെ കൊട്ടാരത്തിലേക്ക് സെബസ്ത്യാനോസിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ നിന്റെ വിശ്വാസം ഉപേക്ഷിക്കണം. നീ നിന്റെ ക്രിസ്തു വിശ്വാസം ഉപേക്ഷിച്ചാൽ നിനക്ക് നിന്റെ ജോലിയിൽ ഞാൻ ഉന്നതമായ സ്ഥാനം നൽകാം, ഒത്തിരിയേറെ വിലയേറിയ സമ്മാനങ്ങൾ നൽകാം. എന്നാൽ രാജാവ് മുന്നോട്ട് വെച്ച എല്ലാ സമ്മാനങ്ങളും സ്ഥാനമാനങ്ങളും യേശുവിനെ പ്രതി, യേശുവിനുള്ള വിശ്വാസത്തെ പ്രതി സെബസ്ത്യാനോസ് തിരസ്കരിച്ചു. തന്റെ വിശ്വാസത്തെ തള്ളിപ്പറയാൻ സെബസ്ത്യാനോസ് തയ്യാറാകുന്നില്ല. രാജാവ് അവനെ വധശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ചു. സൈനികർ അമ്പെയ്ത് പരിശീലനം നടത്തുന്ന മൈതാനത്തിലേക്ക് സെബസ്ത്യാനോസിനെ കൊണ്ടുപോവുകയും ഒരു മരത്തിൽ കെട്ടിയിട്ടുകൊണ്ട് അവർ അവിടെ അമ്പെയ്തു. അമ്പ് ചെയ്ത രക്തമൊക്കെ വാർന്നുപോയി സെബസ്ത്യാനോസ് മരിച്ചെന്ന് കരുതി അവർ അവനെ അവിടെ ഉപേക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. അവൻ ഉപേക്ഷിച്ചു കൊണ്ടുപോകുമ്പോ ഐറിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ സെബസ്ത്യാനോസിനെ കാണുകയും അവിടെ വന്ന് അവൻ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവനെ ശുശ്രൂഷിക്കുന്നു. ആരോഗ്യം വീണ്ടെടുത്തു കഴിയുമ്പോ സെബസ്ത്യാനോസിന്റെ സുഹൃത്തുക്കൾ അവനോട് പറയുന്നുണ്ട്, നീ ഇനി രാജകൊട്ടാരത്തിലേക്ക് പോകരുത്, നീ ഇനി രഹസ്യമായിട്ട് ജീവിക്ക. എന്നാൽ സെബസ്ത്യാനോസ് അവരോട് പറഞ്ഞു, എന്റെ വിശ്വാസം ഞാൻ പ്രഘോഷിക്കും. അവൻ നേരെ രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു. രാജകൊട്ടാരത്തിൽ ചെന്ന് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയോട് പറഞ്ഞു, താങ്കൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് നിർത്തണം. താൻ മരിച്ചുവെന്ന് കരുതി അമ്പെയ്തു കൊന്ന് സെബസ്ത്യാനോസ് തന്റെ മുമ്പിൽ നിൽക്കുന്നത് കാണുമ്പോ രാജാവ് വളരെയധികം ആശ്ചര്യത്തോടു കൂടി അവനെ നോക്കുകയാണ്. അവനെ ഗദ കൊണ്ട് തല്ലി കൊല്ലാൻ വേണ്ടി രാജാവ് വിധിക്കുന്നു. മരിക്കുന്നത് വരെ തല്ലാൻ. അങ്ങനെ ഗദ കൊണ്ട് തല്ലി അവനെ കൊല്ലുകയാണ്. അവനെ കൊന്ന് അവന് വേണ്ടി ഒരു കല്ലറ ഉണ്ടാകാൻ പാടില്ല എന്ന രാജകൽപ്പനയുടെ പേരിൽ അവർ അവന്റെ ശരീരം കൊണ്ടുപോയി ഒരു അഴുക്കുചാലിൽ കൊണ്ടുപോയി ഇടുകയാണ്. ആരും അറിയാതിരിക്കാൻ, അവനെ ശവസംസ്കാരം നടക്കാതിരിക്കാൻ, കല്ലറ ഉണ്ടാകാതിരിക്കാൻ രാജാവ് അവന്റെ ശരീരം എടുത്തു കൊണ്ടുപോയി അഴുക്കുചാലിൽ കൊണ്ടുപോയി ഇട്ടു. എന്നാൽ ആ രാത്രിയിൽ ലൂസി എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ദർശനമുണ്ടാവുകയാണ്. സെബസ്ത്യാനോസിന്റെ മൃതശരീരം അഴുക്കുചാലിൽ കിടക്കുന്നത് അവൾക്കൊരു ദർശനമുണ്ടാവുകയും ആ ദർശനമനുസരിച്ചുകൊണ്ട് അവൾ വന്ന് അഴുക്കുചാലിൽ നിന്ന് സെബസ്ത്യാനോസിന്റെ മൃതശരീരം എടുക്കുകയും റോമിൽ കൊണ്ടുപോയി അടക്കം ചെയ്യുകയും ചെയ്തു. 14-ാം നൂറ്റാണ്ടിൽ റോമിൽ കൊടിയമായിട്ടുള്ള മഹാമാരികൾ പിടിപെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. പ്ലേഗ്, മഹാമാരികൾ, വസന്തകളൊക്കെ പിടിപെട്ട് ജനങ്ങൾ പകർച്ചവ്യാധി മൂലം മരിച്ചുകൊണ്ടിരിക്കുന്നു. വിജാതീയരായിട്ടുള്ള ജനങ്ങൾ വിശ്വസിച്ചിരുന്നു, വസൂരിയൊക്കെ വരുമ്പോ ശരീരത്തിൽ ഇങ്ങനെ കറുത്ത പാടുണ്ടാകില്ലേ? വിജാതീയർ വിശ്വസിച്ചിരുന്നത് സ്വർഗത്തിലിരുന്ന് ദേവന്മാർ അമ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. ഭൂമിയിലെ മനുഷ്യരുടെ ശരീരത്തിൽ ഇങ്ങനെ കറുത്ത പാടുണ്ടാവുകയും അവർ മരിക്കുന്നത് എന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെയുള്ള വിശ്വാസത്തിന്റെ പുറത്ത് അവർ അന്വേഷിച്ചു. അമ്പുകൾ എഴുതിട്ടും മരിക്കാത്ത ഒരു മനുഷ്യൻ, അമ്പുകൾ എഴുതിട്ടും മരിക്കാത്ത സെബസ്ത്യാനോസിനെ വിശ്വസിച്ചുകൊണ്ട്, അവനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവനോടവർ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് മഹാമാരികൾ വിട്ടുമാറുകയും ജനങ്ങൾക്ക് ആരോഗ്യം തിരിച്ചു കിട്ടുകയും ചെയ്തു. അങ്ങനെ ലോകം മുഴുവനും
വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ യൂറോപ്പിന്റെ വിവിധ നാടുകളിലേക്കും രാജ്യങ്ങളിലേക്കും സെബസ്ത്യാനോസിന്റെ രൂപം വഹിച്ചുകൊണ്ട് അവർ പോയി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സെബസ്ത്യാനോസിന്റെ രൂപം വഹിച്ചുകൊണ്ട് പോകുമ്പോ അർത്തിങ്കിൽ എന്നടുത്ത് വരുമ്പോ കപ്പൽ അർത്തിങ്കൽ കടൽ തീരത്തിനടുത്ത് വന്ന് മണൽത്തിട്ടയിൽ ഉറച്ചു പോവുകയാണ്. അവിടെ അതിൽ കപ്പലിലുണ്ടായിരുന്ന ആളുകൾ അന്വേഷിക്കുന്നു. ഇവിടെ അടുത്ത അർത്തിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളിയുണ്ടെന്നും പള്ളിയിൽ കൊണ്ടുവന്ന് അവർ കൊണ്ടുപോകുന്ന സെബസ്ത്യാനോസിന് രൂപം കൊണ്ടുവന്ന് അർത്തുങ്കൽ പള്ളിയിൽ കൊണ്ടുവന്ന് അവർ സ്ഥാപിച്ചു. അങ്ങനെ കേരളക്കരയിലും ഈ സെബസ്ത്യാനോസിനോടുള്ള വിശ്വാസം ശക്തിപ്പെട്ടു. കേരളക്കരയിൽ ആഘോഷമായിട്ട് നമ്മൾ അമ്പെടുക്കുന്നു. വസന്തകളും അസൂരികളും മഹാമാരികളും വരുമ്പോ ഈ വിശുദ്ധനോട് ജനങ്ങൾ പ്രാർത്ഥിക്കാനായി തുടങ്ങി. ആ മാധ്യസ്ഥത്താൽ ഒത്തിരിയേറെ രോഗസൗഖ്യങ്ങളുണ്ടായി, അത്ഭുതങ്ങളുണ്ടായി. ജനം സെബസ്ത്യാനോസിന്റെ വിശ്വാസം കേരളക്കരയിൽ ശക്തിപ്പെട്ടു. ഇന്ന് നമുക്കറിയാം, അമ്പ് പെരുന്നാള് നമ്മുടെയൊക്കെ ഒരു ലഹരിയാണ്. സെബസ്ത്യാനോസിനുള്ള വിശ്വാസം നമുക്കൊക്കെ വളരെ ആഴമുള്ളതാണ്. ആ വിശുദ്ധന്റെ തിരുനാൾ ഈ ദിവസത്തിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ വിശുദ്ധന്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ആ വിശുദ്ധൻ നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു തരുന്ന വലിയൊരു പാഠമുണ്ട്. യേശുവാണ് രക്ഷകനെന്ന്. ഏപ്രിൽ 14-ാം തീയതി നമ്മൾ ദേവസഹായം പിള്ളയുടെ തിരുനാൾ ആഘോഷിച്ചില്ലേ? സമാനമായ കൊടിയമായ പീഡനങ്ങൾ ഉണ്ടായിട്ടും രാജാവിന്റെ ഒത്തിരിയേറെ പ്രലോഭനമുണ്ടായിട്ടും അതിനൊന്നും കീഴ്പ്പെടാതെ യേശുവിന്റെ വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിയായ ഒരു വിശുദ്ധൻ ഇന്ന് സഭ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാം ഒന്നല്ല. എല്ലാം ഒന്നായിരുന്നുവെങ്കിൽ സെബസ്ത്യാനോസിന് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ദേവനായ ജൂപ്പിറ്റർ ദേവനെ ആരാധിച്ചുകൊണ്ട് പാരിതോഷികങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സുഖമായി ജീവിക്കാമായിരുന്നു. അതുപോലെ തന്നെ ദേവസഹായം പിള്ളയ്ക്കും രാജാവ് വാഗ്ദാനം ചെയ്തെല്ലാം സ്വീകരിച്ചുകൊണ്ട് നായർ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ജീവിതത്തിൽ പരിശീലിച്ച ആ വിശ്വാസത്തിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ജീവിച്ചു മരിക്കാമായിരുന്നു. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യരിടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു നാമം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ, അത് യേശുനാമമാണെന്ന്. ആ യേശുനാമത്തെ പ്രതി ഇവർ രക്തസാക്ഷികളായിട്ട് തീർന്നു. അപ്പോൾ നമ്മൾ ചോദിക്കും, വിശുദ്ധരെ ബഹുമാനിക്കേണ്ട ആവശ്യമുണ്ടോ? വിശുദ്ധരെ വണങ്ങേണ്ടതിനെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ വിശുദ്ധ ബൈബിളിലേക്ക് വരുമ്പോ സുഭാഷിതങ്ങൾ 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നീതിമാന്മാരെ സ്മരിക്കുന്നത് അനുഗ്രഹപ്രദമാണ് എന്ന്. 2 രാജാക്കന്മാർ 13-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ഏലീശയുടെ കല്ലറയിലേക്ക് മൃതശരീരവും വഹിച്ചുകൊണ്ട് പോകുന്നവർ അപകടത്തിൽപ്പെടുമ്പോ ആ ശരീരം വന്ന് ഏലീശയുടെ കല്ലറയിൽ വീഴുമ്പോ അതിന് ജീവനുണ്ടാകുന്നത്. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 19-ാം അധ്യായം 12-ാം വാക്യത്തിൽ പൗലോസിന്റെ സ്പർശനങ്ങളേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും ഒക്കെ രോഗികളെ സ്പർശിക്കുമ്പോ രോഗികൾ സുഖം പ്രാപിക്കുന്നു. പിശാച് ബാധിതർ, അശുദ്ധാത്മാക്കൾ വിട്ടുപോകുന്നു. ഈ അത്ഭുതങ്ങളൊക്കെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. നീതിമാന്മാരെ ബഹുമാനിക്കുന്നത് അനുഗ്രഹപ്രദമെന്നാണ് ഈ വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഈ വിശുദ്ധരെ വണങ്ങാം. ഈ വിശുദ്ധരിലൂടെ ദൈവത്തിന്റെ മാധ്യസ്ഥം ഇടപെടലൊക്കെ നമുക്ക് യാചിക്കാം. ഇന്നേ ദിവസം സെബസ്ത്യാനോസിന്റെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെയും നമുക്ക് പരിശോധിക്കാം. നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നുവെന്ന്. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, സൗഹൃദ വലയങ്ങളിൽ യേശുവാണ് രക്ഷകനെന്ന് പറയുന്നിടത്താണ് നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം പ്രശോഭിക്കപ്പെടുക, വളരുക എന്ന വലിയൊരു തിരിച്ചറിവ് സുഹൃത്തെ നിനക്കുണ്ടാകട്ടെ, എനിക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. God bless you. Amen.